രാവിലെ ഏകദേശം ഒരു 10 മണിയപ്പോൾ ഞാനും സാധനങ്ങൾ കുറച്ച് ബ്രൈഡലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയാനായിട്ട് ഇറങ്ങി. രണ്ടുപേർക്കും വാങ്ങണമായിരുന്നു. ഞാനും സാന്ദ്ര ആദ്യമായിട്ടാണ് കേട്ടോ ബ്രൈഡൽ വർക്കിന് അല്ലാണ്ട് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത്. നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും സിനിമ കാണാൻ പോകണം, അവിടെ പോകണം, ഫുഡ് കഴിക്കാൻ പോകണം. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ നോർമലി എപ്പോഴും വേറൊരു കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കി കേട്ടോ കട. ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ നിന്ന് ആൾക്കാരടുത്തൊക്കെ ചോദിച്ച് ഞങ്ങൾ നേരെ കടയിലോട്ട് വന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾമോസ്റ്റ് ബ്രൈഡലിൻ്റെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ തപ്പിപ്പോയത് ഈ ഒരു മാല ഒട്ടിക്കാനാണ് കേട്ടോ. എൻ്റെ മാലയും ലോക്കറ്റും സെയിം വെയിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് താങ്ങാണ്ട് അത് ഇടയ്ക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഒരുപാട് ദിവസമായി ചേട്ടാ ഞാൻ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒട്ടിക്കുന്ന സ്ഥലം ഒന്നും കണ്ടില്ല. അങ്ങനെ കുറേ നേരം അന്വേഷിച്ചതിന് ശേഷം ഒരു കട നമുക്ക് കിട്ടി. ഞങ്ങൾ വിളിച്ച് ഒരുപാട് സമയം എടുക്കുന്നു. പക്ഷേ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ച് തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലോട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് ഈ ഒരു പെയിന്റും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കലാവിരുദ്ധകളൊക്കെ ഈ ഒരു അലമാരയിലാണ് കാണിക്കുന്നത് ബോറടിക്കുമ്പം. അപ്പം ഇപ്പം വളരെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ അതിനെ. എന്നിട്ട് ഇത് എപ്പോഴും കാണുമ്പോഴും പറയും ഒരു സാധനം നശിപ്പിക്കാൻ എന്നെ കഴിഞ്ഞിട്ട് ആളുള്ളൂ എന്ന്. അതെനിക്ക് നല്ല വിഷമമായി. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് പെയിന്റ് ചെയ്തു. അപ്പോൾ ഡിസൈൻ ഒന്നും കൊടുക്കേണ്ട, പ്ലെയിൻ ആയിട്ടിരിക്കട്ടെ, നശിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടിയത്. ഇത് ഞാൻ പണ്ട് എപ്പോഴോ വാങ്ങിച്ചാണ് കേട്ടോ. ഈ ഇടയ്ക്കൊന്നും അടുക്കി പറക്കിയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. വേറെ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ചാണ്. പക്ഷേ അലമാരയിൽ ഒട്ടിച്ചപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ കൂടുതൽ കുളമൊന്നും ആക്കിയില്ല കേട്ടോ. ഇതോടെ വെച്ചങ്ങ് നിർത്തി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പഴയതിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട്. പെയിൻ്റൊക്കെ ഉണങ്ങാനായിട്ട് ഒന്ന് റൂം തുറന്നിട്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചോക്ക് പോയി ഫുള്ള് ദേഹത്തൊക്കെ ആ പെയിന്റ് ആക്കിക്കൊണ്ടാണ് വന്നത്. വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. പിന്നെ അരന്തണ്ടം വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടി നേരെ കടയിലോട്ടാണ് പോയത് കേട്ടോ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു.